ഹായ് ഫ്രണ്ട്സ്. ചുട്ടുപൊള്ളുന്ന ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് വീട് മുഴുവനും എ സിയോ എയർ കൂളറോ ഒന്നുമില്ലാതെ നമുക്ക് വീട് മുഴുവനായിട്ട് തണുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ചൂടാവണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ആ ചൂടായ ഗ്ലാസ് നമ്മളൊരു തെർമോക്കോള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ചൂട് തട്ടുന്ന ഭാഗത്ത് ഉരുകി അത് ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ താഴ്ന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എക്സ്ട്രാ നിൽക്കുന്ന സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഷേപ്പ് ചെയ്തെടുത്ത ഇത് നമുക്ക് വാഷ് ബേസിൻ്റെ ആ ഒരു എന്താ നമ്മൾ സോപ്പെല്ലാം വെക്കുന്ന ആ ഒരു ഭാഗത്ത് വെക്കാം കേട്ടോ. കാരണം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് വെക്കുന്ന സമയത്ത് അത് സോപ്പ് ആ വാഷ് ബേസിലേക്ക് വീഴാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സോപ്പ് സേഫ് ആയിരിക്കും. ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുക്കുന്നുണ്ട്. ഇത് നീളത്തിലുള്ളതാണ്, വീതി കുറവായതുകൊണ്ട് തന്നെ രണ്ടാക്കി മുറിച്ചിട്ട് ഞാൻ നമുക്കൊരു വീതി കിട്ടുന്ന രീതിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. വീതിയുള്ള പീസാണ് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ അത് ഉപയോഗിക്കാം. ഞാൻ വീതി ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് പീസ് ഇതുപോലെ ചേർത്ത് വെക്കുന്നത് കേട്ടോ. നമ്മൾ ഗ്യാസ് സിലിണ്ടറൊക്കെ നമ്മൾ നിലത്ത് അല്ലെങ്കിൽ ടൈൽസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരുമ്പ് കറ എന്തായാലും വരും. അത് മാത്രമല്ല നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ തെർമോക്കോളിൻ്റെ പീസ് താഴത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്താ ഗ്യാസ് സിലിണ്ടർ നീക്കാനും വെക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ നിലത്ത് കറ പിടിക്കില്ല. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ബോക്സ് എടുത്ത് മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ തെർമോക്കോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ആ ഒരു ബോക്സിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ടകൾ ഓരോന്ന് അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു തെർമോക്കോളിൻ്റെ പീസുകൾ കൂടി വെച്ച് കഴിഞ്ഞാൽ മുട്ടകളൊന്നും അനങ്ങുമില്ല. അതേപോലെ തന്നെ തമ്മിൽ തമ്മിൽ മുട്ടിയിട്ട് പൊട്ടുമില്ല. അപ്പോൾ ഇനി നിങ്ങൾ മുട്ട സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ, സേഫായിരിക്കും. ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് പെട്രോളാണ് കേട്ടോ. പെട്രോൾ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് തെർമോക്കോളിൻ്റെ ഒരു പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ പെട്രോളിലേക്ക് ഇത് മുക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാലോ, നന്നായിട്ട് അത് അലിഞ്ഞ് ആ ഒരു പെട്രോളിലേക്ക് അലിഞ്ഞ് ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗമ്മ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് പീസ് ഇതുപോലെ ഒന്ന് അതിലേക്ക് അലിയിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പെട്രോൾ മുക്കുന്ന സമയത്ത് അലിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം നമുക്ക് പശയായിട്ട് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഒഴിച്ചിട്ടുള്ള പെട്രോൾ മുഴുവനായിട്ട് അതൊന്ന് പോകണം കേട്ടോ. കുറച്ച് സമയം വെക്കുന്ന സമയത്ത് തന്നെ പെട്രോൾ അതിന് പൂർണ്ണമായിട്ടും ഗ്യാസായി പോകുന്നതാണ്. കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തും ഒട്ടിക്കാം കേട്ടോ. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള എന്തും ഒട്ടിക്കാൻ പറ്റും. മരം ഒട്ടിക്കാം, അതേപോലെ തന്നെ കല്ലുകളൊക്കെ ഒട്ടിക്കാം. ഇത്രയും സ്ട്രോങ് ഉള്ള പശയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കുട്ടികൾ ആരും തന്നെ ഇത് പരീക്ഷിക്കാൻ പാടില്ല, ചെയ്ത് നോക്കാൻ പാടില്ല. പെട്രോളാണ്. ചെയ്യുന്ന സമയത്ത് സേഫായിട്ട് ചെയ്യുക. അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് തെർമോക്കോളാണ് ആവശ്യം വരുന്നത്. എത്രയാണോ നിങ്ങളുടെ കയ്യിൽ തെർമോക്കോൾ ഉള്ളത് അത്രയും തെർമോക്കോൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് മിക്സി ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മിക്സിയിൽ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുന്ന സമയത്ത് ഈ തെർമോക്കോളിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ബബിളുകൾ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ബോൾസ്, ആ ബോൾസ് എല്ലാം നമുക്ക് തനിയായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ കൈ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കത് സാധിക്കില്ല, ഒരുപാട് സമയം എടുക്കും, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോൾസൊക്കെ നമുക്ക് തനിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ചെറിയ കുട്ടികളുടെ മൂക്കിലോ അല്ലെങ്കിൽ വായിലൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കെയർഫുള്ളായിട്ട് ചെയ്യുകയും വേണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് കണ്ടോ, അതിൻ്റെ ഈ ഒരു തെർമോക്കോളിൻ്റെ ബോൾസൊക്കെ നമുക്ക് ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കൈ വെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരല്പം തുണിയിൽ വെള്ളം നനച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് പില്ലോ പോലെ ചെറുതായിട്ട് തുന്നിയെടുത്തതാണ് കേട്ടോ. മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുത്താണ്. അപ്പോൾ ഈ പില്ലോൻ്റെ ഉള്ളിലേക്ക് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബീൻ ബാഗിൽ ഉണ്ടാകുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ തെർമോക്കോൾ പൊടിച്ചെടുത്താൽ കിട്ടുക. ആ ബീൻ ബാഗിലും ഇതുപോലെ തെർമോക്കോൾ ബോൾസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പൊടിച്ചെടുത്താലും അതേപോലെ തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പം ഞാൻ തെർമോക്കോളൊക്കെ പരമാവധി കുറേ പൊടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. തെർമോക്കോളിൻ്റെ ബാൾസ് മാത്രമല്ല ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തെർമോക്കോളിൻ്റെ ചെറിയ ചെറിയ പീസുകളും കൂടി ഞാൻ പില്ലോൻ്റെ കവറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് സോഫയിലൊക്കെ കുഷ്യനായിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിൽ തെർമോക്കോൾ അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് പില്ലോ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ.
വേനൽക്കാലം തുടങ്ങിയപ്പോൾ തന്നെ നമ്മളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ചുട്ടു പൊള്ളുന്നൊരവസ്ഥയല്ലേ. അപ്പോൾ നമുക്ക് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തെങ്കിലും നല്ല കൂളായിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു സൂത്രമാണ്. അപ്പോൾ അതിനായിട്ട് എടുക്കത്തുള്ളത് തെർമോക്കോളാണ്. തെർമോക്കോൾ വീതിയുള്ള പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ വീതി കുറഞ്ഞതായതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ഞാൻ ആ ഒരു കട്ട് ചെയ്യുന്ന തെർമോക്കോൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലേക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഞാൻ വീണ്ടും നമുക്ക് ആ ഒരു ബോക്സിലേക്ക് ഉള്ളിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് പീസുകളും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു നമ്മളിപ്പോൾ ഈ ഒരു സ്ക്വയർ ആയിട്ടുള്ള കണ്ടെയ്നറാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗവും ഈ ഒരു തെർമോക്കോളിൻ്റെ പീസ് വരണം. നിങ്ങളുടെ കയ്യിൽ ഇനി വലിയ ബോക്സ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു ബോക്സിൻ്റെ ഉൾഭാഗം മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ തെർമോക്കോൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഐസ് ക്യൂബാണ് കേട്ടോ. ഐസ് ക്യൂബ് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തെർമോക്കോൾ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വരും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഐസ് ക്യൂബായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ക്യൂബ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ച് ഒന്നും കൂടി ഫ്രീസ് ചെയ്തെടുക്കാം. അതും ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ചുറ്റും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഞാനിതാ ഇതുപോലെ നല്ല ഐസ് ക്യൂബ് കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്തതാണ്. ഫ്രീസറിലേക്ക് വെക്കുന്നില്ല. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഇത് ഇതുപോലെ കൊണ്ടുവയ്ക്കുക കേട്ടോ. എന്നിട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ആ റൂം മുഴുവനായിട്ട് തണുത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ആ റൂം മുഴുവനായിട്ട് നമുക്ക് കൂളാക്കി എടുക്കാനായിട്ട് സാധിക്കും. തെർമോക്കോളിൻ്റെ ഒരു ബോക്സിലാണ് നമ്മൾ ഐസ് ക്യൂബ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഐസ് ക്യൂബൊക്കെ ഒന്ന് അലിഞ്ഞ് വെള്ളമായി വരാൻ ഒരുപാട് സമയം എടുക്കുന്നതാണ്. സാധാരണ നമ്മൾ ഐസ് വെള്ളമാവുന്നതിൻ്റെ സമയത്തിനേക്കാളും കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ വെച്ച് കഴിഞ്ഞാൽ റൂം മൊത്തത്തിൽ നമുക്ക് തണുപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഉറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആ ഒരു തണുപ്പ് നിലനിർത്താനും ഐസ് ഉള്ളതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.